ആരായിരുന്നു ഗാന്ധിമതി ബാലൻ? കലാമൂല്യമുള്ള സിനിമകളുടെ നിർമ്മാതാവെന്ന പെട്ടെന്നൊരു ഉത്തരം വന്നേക്കാം. എന്നാൽ തകരുമെന്ന് 100% ഉറപ്പുള്ള ചിത്രം കണ്ണും പൂട്ടി നിർമ്മിക്കാൻ തയ്യാറാകുന്ന ഏതെങ്കിലും നിർമ്മാതാവുണ്ടെങ്കിൽ അതാണ് ഗാന്ധിമതി ബാലൻ എന്നതാകും കൂടുതൽ ശരിയായ ഉത്തരം. ഗാന്ധിമതി എന്ന ബ്രാൻഡിനെ അത്രയേറെ മൂല്യമുള്ളതാക്കിയത് സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമാണ്. വിതരണത്തിലൂടെ ലഭിക്കുന്ന പണം മികച്ച ചിത്രങ്ങൾക്കായി ചെലവിടാൻ ഒട്ടും മടി കാട്ടിയിട്ടില്ല അദ്ദേഹം. നിർമ്മാണ രംഗത്തെത്തിയത് നന്നേ ചെറുപ്പത്തിലാണ്. നിർമ്മിച്ചതോ പതിറ്റാണ്ടുകൾക്കിപ്പുറവും ചർച്ചയാകുന്ന ചിത്രങ്ങൾ. ഇന്നും ചർച്ചാ വിഷയമായ പഞ്ചവടിപ്പാലം നിർമ്മാണ സമയത്ത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയ ചിത്രമായിരുന്നു. മികവിനപ്പുറം ഒരു പരിഗണനയും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മുന്നിൽ. തൂവാനത്തുമ്പികൾ അടക്കം പത്മരാജൻ ചിത്രങ്ങളുടെ നിർമ്മാതാവ് കലാമൂല്യം മാത്രമാണ് കണക്കിലെടുത്തത്. KG ജോർജ്, വേണു നാഗവള്ളി തുടങ്ങിയ സംവിധായകരുടെ അനശ്വര ചിത്രങ്ങളുടെ പിന്നണിയിലും ഗാന്ധിമതിയുണ്ട്. പഞ്ചവടിപ്പാലം മാത്രമല്ല, ഓരോ ചിത്രവും എടുത്ത് പരിശോധിച്ചാൽ അതിലിറങ്ങിയ കാലത്തേക്കാൾ ആ ചിത്രം ജനങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തത് പിന്നീടാണെന്ന് മനസ്സിലാകും. ക്ലാരയും മഴയും അകത്ത് കയറിയത് പിന്നീട് എത്രയോ മഴക്കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. അന്ന് തൂവാനത്തുമ്പികൾ വലിയ ഹിറ്റായില്ല. കാലത്തിനു മുമ്പേ ജനിച്ച ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നു അദ്ദേഹം. നികത്താനാകാത്ത നഷ്ടമുണ്ടാക്കിയ ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് എന്ന ചിത്രം ഇന്നത്തെ തലമുറ ഒരുപക്ഷെ വലിയ തോതിൽ സ്വീകരിച്ചേനെ. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മാത്രമല്ല, തിലകൻ്റെയും ജയറാമിൻ്റെയും അശോകൻ്റെയും ഒക്കെ മികച്ച കഥാപാത്രങ്ങളെ അഭ്രപാളിയിൽ എത്തിച്ചത് ഗാന്ധിമതിയാണ്. നല്ല സിനിമകളെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാനൊക്കെ ഒരുപാട് പടം ഇറക്കിയിട്ട് അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും ഒക്കെ വേറെ പടങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പല പടങ്ങളും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വന്തം പടം മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ, ഇതൊക്കെ മറക്കാൻ പറ്റാത്ത സിനിമകളാണ്. അല്ലാതെ രണ്ടും പത്മരാജന്റെ സിനിമകളാണ്. പത്മരാജൻ എന്ന കലാകാരനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം, സംശയമില്ല. അദ്ദേഹം കച്ചവടം നോക്കാതെ എടുക്കുന്ന സിനിമകളാണല്ല. പടം ഓടോ ഇല്ലയോ എന്നുള്ളതല്ല. പടം ഓടിയില്ലെങ്കിലും പുള്ളിക്കതിലെ ടെൻഷനോ വിഷമോ അത് കാണിക്കാറില്ല. നല്ല സിനിമ ഞാൻ എടുത്തല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മനോഭാവം. അങ്ങനെ എടുത്തെല്ലാം നല്ല സിനിമകൾ തന്നെയായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും കുറച്ച് മാത്രം കുറെ സിനിമകൾ പറ്റുമോ, കുറച്ച് വളരെ കച്ചവട രീതിയിലുള്ള സിനിമകൾ എടുക്കുന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം നല്ല സിനിമയുടെ ആളാണ്. അപ്പൊ നമുക്ക് എന്താവശ്യങ്ങൾക്കും, അത് സാമ്പത്തികമാണെങ്കിലും മറ്റ് രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും, എന്ത് പേഴ്സണലായിട്ട് ആവശ്യങ്ങളും ഒരു പരിഹാരങ്ങൾക്കും എല്ലാം നമുക്ക് വളരെ വളരെ കൂടെ നിന്ന് ഏത് രാത്രിയിലും എപ്പോൾ വിളിച്ചാലും അദ്ദേഹത്തിന്റെ സഹായം, നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് അദ്ദേഹത്തിന് ഉണ്ടാവും. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. പലരും സിനിമയെ കയ്യെത്തിപ്പിടിച്ച 30കളിൽ ഗാന്ധിമതി സിനിമ മതിയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഗാന്ധിമതിയിലൂടെ സിനിമകൾ നിർമ്മിക്കാനും വിതരണം ചെയ്യാനും അവസരം കൊടുത്ത പല പുതുതലമുറ നിർമ്മാതാക്കളെയും അദ്ദേഹം കൈപിടിച്ച് കയറ്റി. അമ്മയുടെ രൂപീകരണത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങളുടെ മുന്നണിയിലുണ്ടായിരുന്നു ഗാന്ധിമതി. സിനിമ മതിയാക്കിയെങ്കിലും പിന്നീട് ഇവന്റ് മാനേജ്മെന്റ് രംഗത്തേക്ക് കടന്ന താരനിശകൾ സംഘടിപ്പിച്ചു. 63-ാം വയസ്സിൽ സൈബർ ഫോറൻസിക് സ്റ്റാർട്ടപ്പ് കമ്പനി രൂപീകരിച്ച സംരംഭകൻ കൂടിയാണ് ബാലൻ. കൈവച്ചിടത്തെല്ലാം മഹത്തായ സാന്നിധ്യം അറിയിച്ചയാൾ. സ്വന്തം ജീവിതം കൊണ്ട് അനേകരുടെ ജീവിതത്തെ സ്വാധീനിച്ച അപൂർവം മനുഷ്യരുടെ കൂട്ടത്തിലാണ് ഗാന്ധിമതി ബാലൻ്റെ സ്ഥാനം.